എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് കാണുന്ന പോലെ തന്നെ ഞാനിപ്പോൾ എൻ്റെ നാട്ടിലാണ്, എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട് പാലക്കാട് ജില്ലയിൽ പാടനാംകുരിശി പറഞ്ഞ സ്ഥലത്താണ്. സോ ഞാൻ ഇന്നിപ്പോൾ ഇവിടുത്തെ ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ നാട്ടിലത്തെ വീടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കമ്മൺ, എൻ്റെ വീട് കാണും. സോ ഇതാണ് എൻ്റെ വീട്ടിലത്തെ ഗാർഡൻ എന്ന് പറയാൻ അത്രയ്ക്കൊന്നുമില്ല. കുറച്ച് ചെടികളൊക്കെ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. സോ ആക്ച്വലി ഈ ചെടിപ്രാന്തൊന്നും ഉണ്ടായിരുന്നില്ല. കോവിഡിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം തുടങ്ങിയതാണ് ഈ ഒരു പ്രാന്ത്. അപ്പോൾ അപ്പം തൊട്ട് നമ്മളിതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. സോ ഇവിടുന്ന് ഇങ്ങനെ ഫുള്ള് അതുവരെ നമ്മൾ ചെടികൾ വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. എന്നിട്ട് ഫുള്ള് ചെടികൾ വെച്ചിട്ടുണ്ട്. ഇതൊരു റംബൂട്ടാൻ മരമാണ്. പിന്നെ അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു ബുദ്ധനെ വെച്ചിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് ചെടിയാട്ടോ, ആർട്ടിഫിഷ്യലാണ്. ഈ പുല്ലും ആർട്ടിഫിഷ്യലാണ്. പണ്ട് ഇത് ഒറിജിനൽ പുല്ലായിരുന്നു. പക്ഷെ പിന്നെ ചൂടുകാലത്ത് വെള്ളം എത്ര കൊടുത്താലും അത് ഉണങ്ങിപ്പോകും. അപ്പോൾ അത് കാണുമ്പോൾ ഒരു പ്രത്യേകതയല്ല. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് ആർട്ടിഫിഷ്യലാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ മുറ്റം. പിന്നെ നമുക്ക് അകത്തേക്ക് കയറാം. ഇത് നമ്മളൊരു സിറ്റ് ഔട്ട് ഏരിയയാണ് ഫുള്ള്. ഇവിടെയും ഇങ്ങനെ 3 ചെടികൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെടിപ്രാന്തി തുടങ്ങിയ സമയത്ത് വെച്ചതാണ്. ഇവിടെ ഒരു ബെഞ്ചുണ്ട് ഇരിക്കാൻ. ഇവിടെ അധികം അങ്ങനെ ആരും ഇരിക്കാറൊന്നുമില്ല. ഗസ്റ്റ്സ് ഒക്കെ വരുമ്പോൾ ഇരിക്കാറുള്ളൂ. നമ്മളെല്ലാം അകത്ത് തന്നെ ഇരിക്കാറ്. പിന്നെ ഇവിടെ നമ്മൾ ഷൂ റാക്കിനൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ളിങ്ങനെ ചെരുപ്പൊക്കെ വയ്ക്കാം. നമുക്ക് അകത്തേക്ക് കയറാം. ഇത് നമ്മുടെ ഡൈനിങ് കം ലിവിംഗ് റൂമാണ്. കയറി വരുമ്പോൾ ആക്ച്വലി ഇവിടെ ഡൈനിങ് ആണ്, ഇപ്പുറത്തെ ലിവിംഗും ആണ്. സോ ആദ്യം നമുക്ക് ഈ ഏരിയ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ അമ്മയ്ക്ക് ഹോം ഡെക്കോർ ഭയങ്കര പ്രാന്താണ്. എന്നേക്കാൾ കൂടുതൽ കുറച്ചും കൂടി നന്നായിട്ട് ഹോം ഡെക്കോർ ഐറ്റംസ് എവിടെ നിന്ന് വാങ്ങണം, എന്തൊക്കെ വാങ്ങണം എന്നൊക്കെ അമ്മയ്ക്കാണ് കുറച്ചും കൂടി നല്ല ഐഡിയ ഉള്ളത്. സോ നമ്മൾ ഈ ഒരു റാക്ക് വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. പിന്നെ ഈ 2 പോട്ട്സ് നമ്മൾ തൃശ്ശൂരുള്ള ഹാപ്പി പോട്ട്സ് എന്ന് പറഞ്ഞ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതൊരു പാമ്പസ് ഗ്രാസ് ആണ്. ഇത് രണ്ടും അമ്മ ആമസോണിൽ നിന്ന് വാങ്ങിയതാ, മീഷോന്ന് വാങ്ങിയതാണ്. ഇതെൻ്റെ കസിൻ ബാങ്കോക്ക് പോയപ്പോൾ അവിടുന്ന് കൊടുക്കുന്ന ഒരു സോവിനയറാണ്. ഇത് രണ്ടും ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ അഗെയിൻ എൻ്റെ അമ്മ ഒരു വലിയ ബുദ്ധ ഫാനാണ്. അമ്മയ്ക്ക് എത്ര ബുദ്ധനെ വാങ്ങിയാലും മതിയാവില്ല. അപ്പോൾ ഈ ബുദ്ധനെ അമ്മ മീഷോന്ന് വാങ്ങി. ഈ ബുദ്ധനെ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പുറത്ത് വേറൊരു സെയിം ബുദ്ധനുണ്ട്, അത് അമ്മ മീഷോന്ന് വാങ്ങിയതാണ്. ഇവിടെ കുറച്ച് ബുക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സാധനങ്ങളെല്ലാം മീഷോന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു റാക്ക് ഫുള്ളാക്കണേ. പിന്നെ ഇവിടെ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പുറത്ത് എൻ്റെ ഏട്ടൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞുകൊണ്ട് ഇത് റിസപ്ഷൻ്റെ ഫോട്ടോ ആണ്. ഇപ്പോൾ റിസപ്ഷൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ കല്യാണ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനും ആകാശം നിൽക്കുന്നത്. പിന്നെ ഇത് നമ്മൾ 2-3 ഇയേഴ്സ് ബാക്ക് പപ്പേൻ്റെ അമ്മേൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാനുമായിട്ട് ഇവിടെ വരച്ചിട്ട് ഫ്രെയിം ചെയ്ത് ഗിഫ്റ്റ് കൊടുത്തതാണ് പപ്പയ്ക്ക് അമ്മയ്ക്ക്. അപ്പോൾ അത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ മൂന്നാർ പോയപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ബുദ്ധ കോർണറാണ്. ഞാൻ പറഞ്ഞ പോലെ അമ്മ കുറേ ബുദ്ധനെ വാങ്ങി വെച്ചിട്ടുണ്ട് പല സ്ഥലത്ത് നിന്നായിട്ട്. ഇത് പപ്പേൻ്റെ അമ്മേൻ്റെ ഒരു എന്താ പറയുക, ഒരു 3D മോഡൽ ടൈപ്പ് സംഭവമാണ്. ഇത് ലൈറ്റ് കത്തും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ റൊട്ടേറ്റും ചെയ്യും. പിന്നെ ഇത് നമ്മുടെ ഡൈനിങ്. ഇവിടെ ഇരുന്ന് നമ്മൾ ഫുഡ് കഴിക്കും. 6 പേർക്ക് ഇരിക്കാനുള്ള ഡൈനിങ് സെറ്റപ്പ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ക്ലോക്ക്, ഒരു ചെറിയ ടൈം പീസ് പോലത്തെ ക്ലോക്ക്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെ പിന്നെ ഇവിടെ കുറച്ച് ലോഫിംഗ് ബുദ്ധാസിനെ വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ മേഘാലയ പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്, ഒരു സോവിനയർ പോലെ. ഇതാണ് ഞങ്ങളുടെ ലിവിങ് റൂം. ഇവിടെ ഇങ്ങനെ ഒരു എൽ ഷേപ്പ് സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വേറൊരു സോഫ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഈ ടി വി യൂണിറ്റും ചെയ്തത് നമ്മുടെ ജയരാജ് എന്ന് പറയുന്ന ചേട്ടനാണ്, അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുന്നത്. ഈ പൂജ യൂണിറ്റും ആ ചേട്ടൻ തന്നെയാണ് ചെയ്യുന്നത്. ഈ സംഭവങ്ങളൊക്കെ പപ്പ നേവിയിലായിരുന്നു, അപ്പോൾ പപ്പയ്ക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പം അതെല്ലാം നമ്മളിവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ കോവിഡിൻ്റെ സമയത്ത് ഒരു ഹാക്കത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നമ്മൾ ജയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 8 പേരുടെ ഗ്രൂപ്പായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ഗിഫ്റ്റാണിത്. അതിവിടെ വെച്ചിട്ടുണ്ട് അവാർഡ്. പിന്നെ ഈ ഒരു റാക്ക് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിങ്ങനെ ഷോ പീസ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പപ്പയ്ക്ക് നേവിയിലായിരുന്നു അപ്പോൾ കിട്ടിയതാണ്. ഇത് രണ്ടും നേവിയിൽ നിന്ന് കിട്ടിയ ബാഡ്ജസ് ആണ്. ബാക്കിയെല്ലാം നമ്മൾ ആമസോണിലൊക്കെ വാങ്ങി വെച്ചതാണ്. ഇതേപോലത്തെ ഒരു റാക്ക് അവിടെ ഡൈനിങ്ങിലുണ്ട്. പിന്നെ ഇവിടെ അഗെയിൻ ഒരു ബുദ്ധനുണ്ട്. ഇതാകുമ്പോൾ മീഷോന്ന് വാങ്ങിയ ബുദ്ധനാണ്. ഇത് പപ്പ നേവിയിലായിരുന്നപ്പോൾ ഉള്ള ഒരു ഫോട്ടോ നമ്മൾ ഫ്രെയിം ചെയ്ത് വെച്ചതാണ്. അങ്ങനെ ഇവിടെ ലിവിങ്ങിൽ ഈ ഒരു ഫാൾ സീലിംഗ് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇത് പിന്നീട് ചെയ്യിപ്പിച്ചതാണ്. ഫാൾ സീലിംഗ് ചെയ്തിട്ട് ഇങ്ങനെ 4 ചുറ്റും ഒരു പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അപ്പുറത്തും ഇവിടെയും ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു ഫാൾ സീലിംഗ്. നടുവിൽ ഇങ്ങനെ 2 ഡിസൈൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ മൂവ് ഇൻ ചെയ്തതിനു ശേഷം പിന്നീട് ചെയ്യിപ്പിച്ചതാട്ടോ. ഈ ഒരു റാക്കും നമ്മൾ ആമസോണിൽ വാങ്ങിയതാണ്. സെയിം അവിടെ ലിവിംഗ് റൂമിൽ വെച്ച പോലെ തന്നെ ഇവിടെ ഡൈനിങ്ങിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഹോം ഡെക്കോർ വെക്കാൻ വേണ്ടിയിട്ട്. സോ ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ ആമസോണിൽ വാങ്ങി. പിന്നെ ഇത് അമ്മയ്ക്കൊരു വിശ്വാസമുണ്ട്, ഗ്ലാസ്സിൽ ഇങ്ങനെ ഉപ്പിട്ട് വെച്ചാൽ വീട്ടിലെല്ലാം നെഗറ്റീവ് എനർജി ഒക്കെ പോകുന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട്. അത് കാണിക്കുന്നതിന് മുന്നേ ഇവിടെ ഒരു വാളായിട്ട് നമ്മൾ മീഷോന്ന് വാങ്ങി വെച്ചതാണ്. ഇത് അമ്മേൻ്റെ സെലക്ഷൻ ആയിരുന്നു. പിന്നെ ഈ ഒരു വാഷ് യൂണിറ്റ് ഫുള്ള് നമ്മൾ പട്ടാമ്പിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇങ്ങനെ 4 ചുറ്റും പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഷോ പീസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഉള്ളത് ഇവിടെ വയ്ക്കും. നമുക്ക് കിച്ചൺ കാണാം. കമാൺ. സോ ഇതാണ് കിച്ചൺ. നല്ല വിശാലമായ കിച്ചണാണ്. എൻ്റെ അമ്മക്ക് കുറച്ച് ഹോം ഡെക്കോറിൻ്റെ ഭ്രാന്തൊക്കെയുള്ളതാണ്. അപ്പം അമ്മ കുറച്ച് ഐറ്റംസ് ഇവിടെ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതമ്മ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിയതാണ്, ഇത് മീഷോന്ന് വാങ്ങിയതാണ്, ഇത് വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിയതാണ്, ഇതും ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിയതാണ്, ഇത് രണ്ടും ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്, ഇത് അഗൈൻ മീഷോന്ന് വാങ്ങിയതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു ടൈം പീസ് വെച്ചിട്ടുണ്ട്. പിന്നെ എയർ ഫ്രയർ ഉണ്ട്, ഓവൻ, മിക്സി, ഗ്രൈൻഡർ, നോർമൽ എല്ലാ വീട്ടിലുള്ള പോലെയൊക്കെ തന്നെ. പിന്നെ ഈ ക്യാബിനറ്റ്സ് ഫുള്ള് നമ്മുടെ ഇവിടുത്തെ ക്യാബിനറ്റ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് ഇവിടെ അടുത്ത് തന്നെ വാടനാംകുറിശ്ശിയിൽ ജയരാജ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ അലുമിനിയം ഫാബ്രിക്കേഷനാണ് ചെയ്യുക. അപ്പം ഞാൻ വേണമെങ്കിൽ ആ ചേട്ടൻ്റെ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുക്കാം, കോൺടാക്റ്റ് താഴെ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എല്ലാം നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അമ്മ പറഞ്ഞ പോലെ തന്നെ എല്ലാം നന്നായി ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ ഉണ്ട്. ഒറിജിനൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളൊന്നുമല്ല, എന്നാലും നമ്മളൊരു ചെറിയ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റൂള് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റൂളിന് ഇങ്ങനെ ഒരു സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ സാധനങ്ങളൊക്കെ വെക്കാം. ഇവിടെ ഇരുന്ന് അത്യാവശ്യം ഒരാൾക്കിപ്പോൾ ഫുഡ് കഴിക്കാം. പിന്നെ ഫ്രിഡ്ജിൽ നമുക്ക് ഇവിടെ ഒരു സെപ്പറേറ്റ് സ്പേസ് ഉണ്ട്. ഇവിടെ അതേപോലെ കുറച്ച് സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ചൂല് കാര്യങ്ങൾ, മുറം, പിന്നെ വേറെ കുറച്ച് പാത്രങ്ങളും അതൊക്കെ ഇതിനകത്താണ്. ഫ്രിഡ്ജ് ഇവിടെയാണ്. സോ അത്രയേ ഉള്ളൂ. സോ ഞാൻ താഴത്തെ റൂം കാണിച്ചു തരാം. ഇതെൻ്റെ പപ്പേൻ്റെ അമ്മേൻ്റെ റൂമാണ്. ഒരു ചെറിയ റൂമാണ്. ഇവിടെ ഇങ്ങനെ നമ്മൾ മറ്റേ അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുന്ന ചേട്ടനെ കൊണ്ട് 2 കബേർഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും ആദ്യം വാങ്ങി വെച്ച കബേർഡാണ്, നോവൽ കബേർഡ്. പിന്നെ ഇത് പട്ടാമ്പിയിൽ നിന്ന് വാങ്ങിയൊരു കബേർഡാണ്. ഇവിടെ ഒരു സോഫ കം ബെഡ് വെച്ചിട്ടുണ്ട്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്, 2 സീറ്റർ സോഫ. പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കുട്ടിക്കാലത്തെ ഫോട്ടോസ് എല്ലാം. പിന്നെ ഇനി വാഷ്റൂം.
ഈ വാഷ്റൂമിന്റെ ഡോറും ആ ചേട്ടൻ തന്നെ ചെയ്തത്, ജയരാജ് ചേട്ടൻ. ഇതൊന്നൊരു അറ്റാച്ച് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മേലത്തെ ഫ്ലോർ കാണിക്കാം. ഇവിടെ ഇങ്ങനെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളൊരു ഷാൻഡിയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ലാൻഡിങ് സ്പേസ് ഭയങ്കര ചെറുതാട്ടോ, നമ്മൾ ലാൻഡിങ് സ്പേസ് അധികം എടുത്തിട്ടില്ല. ഇവിടുന്ന് ജസ്റ്റ് ഇതെൻ്റെ ഒരു റൂം, ഇതെൻ്റെ ഏട്ടൻ്റെ റൂം, പിന്നെ ഇപ്പുറത്ത് ബാൽക്കണി. ആദ്യം എൻ്റെ റൂം കാണിക്കാം. ഇവിടെ എൻ്റെ ഏട്ടൻ ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാനിരുന്ന് പഠിച്ചിരുന്നത്, എൻ്റെ എൻജിനീയറിങ് ഫുള്ള് ഞാനിവിടെ ഇരുന്നിട്ടാണ് പഠിച്ചിരുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് പട്ടാമ്പിയിൽ നിന്ന് വാങ്ങിയതാണ്. അതേപോലെ ഇത് സെയിം അലുമിനിയം ഫാബ്രിക്കേഷൻ ആ ചേട്ടൻ ചെയ്തു തന്നതാണ് ഫുള്ള്. ഈ വാഷ്റൂമിൻ്റെ ഡോറും അവരെന്നെ ചെയ്തതാണ്. ഇവിടെ ഇങ്ങനെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ കാണുന്നതാണ് എൻ്റെ തറവാട്, എൻ്റെ അമ്മമ്മേൻ്റെ വീടാണത്. പിന്നെ ഈ റൂമിൽ ഞാൻ അധികം ഉറങ്ങാറൊന്നുമില്ല. ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ താഴെ തന്നെയാണ് കിടക്കാറ്. എൻ്റെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കിടക്കാറുള്ളൂ. പിന്നെ ബാക്ക് സൈഡിലാണ് എൻ്റെ കസിൻ്റെ വീട്. ഇതെൻ്റെ ഒരു കസിൻ്റെ വീടാണ്. ഇനി ഏട്ടൻ്റെ റൂം കാണിച്ചു തരാം. ഇവിടെയാണ് എൻ്റെ ഏട്ടൻ ഇരുന്ന് പണിയെടുക്കാറില്ല. പണിയെടുക്കുന്നത് അതുപോലെ എൻ്റെ റൂമിലാണ്. കാരണം ഇവിടെ ടേബിൾ വെച്ചിട്ടില്ലല്ലോ, ഉറങ്ങും. ഏട്ടൻ ഇവിടെ കിടക്കുന്ന ഇവിടെയാണ്. ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഗൈൻ ഈ കബോർഡ് നമ്മൾ അതിലൂടെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതിൻ്റെ ഡോറും ആ ചേട്ടൻ തന്നെയാണ് ചെയ്തത്. പിന്നെ മേലെ കാര്യമായിട്ട് വേറെ ഒന്നുമില്ല. ഒരു ബാൽക്കണി കം ടെറസ് പോലെ നമുക്ക് ഇവിടെ ഉണ്ട്. നമ്മളൊരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പ്രൊട്ടക്ഷന്. എൻ്റെ അടുത്ത് ഇങ്ങനെ എൽ ഷേപ്പ് ബാൽക്കണി വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടേക്കും ഉണ്ട്. അപ്പോൾ പക്ഷെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവിടെ ആരും വന്നിരിക്കാറൊന്നുമില്ല. ഉണ്ടാക്കിയിട്ട് ഇവിടെ ഫുള്ള് എപ്പോഴും പൊടിയായിരിക്കും. പിന്നെ നമ്മൾ അധികം പൊടി തട്ടാതിരിക്കാനും പിന്നെ ബേർഡ്സ് ഒക്കെ ഭയങ്കര ശല്യമായത് കൊണ്ട് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. വെർട്ടിക്കൽ ബ്ലൈൻഡ്സ് എന്നാണ് പറയുന്നത്. അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ ഒരു ഓപ്പൺ ടെറസ് ഏരിയ പോലെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോയാൽ നമ്മൾക്ക് ടാങ്കിൻ്റെ അവിടെ എത്തും. അപ്പോൾ ആ ഏരിയ ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഈ നെറ്റ് ഇങ്ങനെ ഇട്ടത് ബേർഡ്സിൻ്റെ ശല്യം കാരണം കേട്ടോ. അപ്പം ഇതിങ്ങനെ ഫുൾ ഓപ്പൺ ഏരിയ ആണ്. ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് ടാങ്കിൻ്റെ അങ്ങോട്ടേക്ക് കയറാം. ആ കാണുന്നതാണ് എൻ്റെ തറവാട്. അപ്പുറത്തൊരു കസിൻ്റെ വീടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വീട്. ഹോം ടൂർ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ ലാസ്റ്റിൽ ജസ്റ്റ് ഫുൾ എല്ലാ വീടിൻ്റെ മൊത്തം ഒന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ലൈക്ക് കയറി വരുമ്പോൾ മുതൽക്കുള്ളത് എല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് കാണും. വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഹോം ഡെക്കോർ സാധനങ്ങളൊക്കെ ഞാൻ എവിടെ നിന്നാണ് വാങ്ങിയെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്കതിൻ്റെ ലിങ്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ക്യൂട്ട്, സിമ്പിൾ പക്ഷെ നന്നായി ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.
you